Hi, I welcome you all to another special episode of Rhythm of Life by Leah Simpson. സോ ഡേ 3 ഇൻ ബാക്കു നമ്മൾ കാണാൻ പോകുന്നത് മിനി വെനീസ് അല്ലെങ്കിൽ ലിറ്റിൽ വെനീസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതിനങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണെന്നുള്ളത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾസോ നമ്മൾ എന്താ പറയുക, അവിടുത്തെ വഴികളൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള റോഡ്സും വഴികളും സ്ട്രീറ്റ്സും എന്താ പറയുക ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറും ഒക്കെ ഉള്ള സ്ഥലമാണ്. സോ അതാണ് നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്തത്. സോ എൻ്റെ ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് തന്നെ ഫോട്ടോഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാനിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലും ഫോട്ടോഷൂട്ട് ചെയ്യുക, വീഡിയോ എടുക്കുക എന്നത് മാത്രമായിരുന്നു ആ സ്ഥലം കാണുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ എൻ്റെ മെയിൻ അജണ്ട. സോ ദിസ് എപ്പിസോഡ് ഈസ് കംപ്ലീറ്റ്ലി അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാനുണ്ടാവുക വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ അറ്റയർ. അങ്ങനെ നടന്ന് ഞാൻ പറഞ്ഞ ആ സ്ഥലം എത്തി. ഇതാണ് ലിറ്റിൽ വെനീസ് അല്ലെങ്കിൽ മിനി വെനീസ് എന്നറിയപ്പെടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്ക്. ഞാൻ എന്നും പറയുന്ന പോലെ ഞാൻ തള്ളി മറിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പാർക്കാണത്. ലുക്ക് അറ്റ് ദിസ്, ഓ മൈ ഗോഡ്, ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടുത്തെ നെക്സ്റ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ ബിഗ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ചെറിയ സ്ട്രീമിൽ കൂടിയുള്ള ബോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ വെനീസിനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, റിമെമ്പർ ചെയ്യിക്കുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർക്കിടെക്ചർ ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഈ പ്ലേസിനെ മിനി വെനീസ് അല്ലെങ്കിൽ ലിറ്റിൽ വെനീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. And tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile. എൻ്റെ ഈ കയറലും ഇറങ്ങലും നടത്തുമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തന്നെ പണിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പ്ലേസ് അത്രയും ഭംഗിയാണ്. ഐ കാൺ സ്റ്റോപ്പ് ടേക്കിംഗ് വീഡിയോസ്, ഐ കാൺ സ്റ്റോപ്പ് ടേക്കിംഗ് ഫോട്ടോസ്. അത്രയും ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഞാൻ മാക്സിമം വീഡിയോസും മാക്സിമം ഫോട്ടോസും ഇവിടെ എടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾ എന്നെ കാണുന്നതിൻ്റെ കൂടെ ഈ സ്ഥലം കൂടെ കാണുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്ക് ഭംഗിയാണ്. ആൻഡ് നമ്മളീ കാണുന്നത് ഫെറിസ് വീൽ ഇൻ ബാക്കു ആണ്. അതിനെ ബാക്കു ഐ എന്നും കൂടെ വിളിക്കും. അപ്പോൾ അതിൻ്റെ ക്ലോസ് ആയിട്ട് പോയി കാണാൻ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ബട്ട് ഇതിൻ്റെ അകലെ നിന്നുള്ളൊരു വ്യൂ നമ്മൾ ആസ്വദിച്ച് നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു.
ആവശ്യത്തിന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വി ആർ ബാക്ക് ടു നിസാമി സ്ട്രീറ്റ് അഗെയിൻ ഫോർ ഷോപ്പിംഗ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിൻ്റെ നൈറ്റ് വ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണുക. സോ ഇറ്റ്സ് വൺ ഓഫ് ദ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ഇൻ ബാക്കു. അപ്പം അങ്ങനെ ആവശ്യത്തിന് ഇവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് എയർപോർട്ടിലോട്ട് പോയി. അപ്പോൾ റിതം ഓഫ് ലൈഫിൻ്റെ അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ ലയ സിംസൺ സൈനിങ് ഓഫ്. ബൈ, ലവ് യു ഓൾ.